ഹലോ ഗൈസ്, അനാമികയുടെ സ്വർണം നയന എടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ദേവയാനി നയനയോട് മാപ്പ് പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ മാപ്പ് പറച്ചില് ദേവയാനിയോട് മറ്റാരും പറഞ്ഞിട്ടല്ല, ദേവയാനിക്ക് സ്വയമേ തോന്നിയിട്ടാണ്. അങ്ങനെ ബാൽക്കണിയിൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പുതിയ ഡിസൈൻ തയ്യാറാക്കുന്ന നയനയുടെ അടുത്തേക്ക് ദേവയാനി ചെല്ലുന്നുണ്ട്. നയനെ, എന്താ അമ്മേ? അത് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തു പറ്റി അമ്മേ? അമ്മയ്ക്ക് എന്തു പറയാനുണ്ടെങ്കിലും എന്നോട് പറയാലോ. അത് കേട്ടപ്പോ ദേവയാനി ഇങ്ങനെ സ്വയം മനസ്സിൽ കരുതുകയാണ് കേട്ടോ. ഞാൻ നയനയെ എന്തൊക്കെ കൊള്ളിക്കുന്ന വാക്കുകളാ പറഞ്ഞത്. ശക്തിയായി വേദനിപ്പിക്കുന്ന രീതിയിൽ മുഖത്തടിച്ചു. എന്നിട്ടും ഈ നയനയ്ക്ക് എന്നോട് ഒരു ദേഷ്യവും ഇല്ലേ? അപ്പൊ നയന പറയുന്നുണ്ട്, അമ്മ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നിനക്ക് ഞാൻ നേരത്തെ തല്ലിയത് വേദനിച്ചോ? അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അമ്മ എല്ലാവരുടെ മുന്നിൽ വെച്ച് തല്ലിയപ്പോ എനിക്ക് വേദനിച്ചു. പക്ഷെ അതെന്റെ ശരീരത്തിനല്ല, എന്റെ മനസ്സിലായിരുന്നു. എന്നാ ഇപ്പോ എന്റെ അമ്മ എന്നെ മനസ്സിലാക്കിയില്ലേ? എനിക്കിപ്പോ സന്തോഷാമേ. ഇതൊക്കെ കേട്ടപ്പോ ദേവയാനിയുടെ മനസ്സിൽ നയനയോട് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങാണ്. എന്നാലും ഞാൻ പെട്ടെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ചെയ്തത് തെറ്റായിപ്പോയി. നയനെ, അതിനിപ്പോ ഒരു മാപ്പ് പറയാനാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ഒന്നും മിണ്ടാതിരുന്നേ. മുതിർന്നവർക്ക് ഇളയവരെ ശാസിക്കാനുള്ള അനുവാദമുണ്ട്. അമ്മയ്ക്കൊരു ചെറിയ തെറ്റുപറ്റി, അതിനമ്മ അറിയാതെ എന്നെ തല്ലി. അതിപ്പത്ര വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അമ്മ എന്നെ മനസ്സിലാക്കിയത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അമ്മേ. അതിൽ കൂടുതൽ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. എന്നാലും നയനെ, അമ്മ ഇനി ഒന്നും പറയണ്ട. അമ്മ ഇന്ന് എന്നെ സ്നേഹത്തോടെ നയനീന്ന് വിളിച്ചത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞപ്പോ ദേവയാനി ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നയനക്ക് വലിയ സന്തോഷാവാണ്. അപ്പൊ നയന പറയാണ്, പിന്നെ അമ്മേ, നാളത്തെ പ്രത്യേകത അമ്മയ്ക്ക് അറിയാലോ, അമ്മയുടെ പിറന്നാളാണ്. അതുകൊണ്ട് നമുക്കത് അടിച്ചു പൊളിക്കണം. ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അമ്മ ഇനി വെറുതെ വിഷമിക്കാൻ നിൽക്കരുത്. ഇല്ല നയനെ. അപ്പൊ ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇതെന്താ വരച്ചോണ്ടിരിക്കുന്നേ? അത് നാളേക്ക് ആദർശേട്ടന് ഒരു നല്ല ഡിസൈൻ വേണമെന്ന് പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ അത് വരച്ചോണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഫൈനൽ സ്റ്റെപ്പ് എത്തി. നോക്കട്ടെ. ആഹാ, ഇത് നന്നായിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടായി. ആണോ അമ്മേ? എങ്കിൽ പിന്നെ ഇതെന്തായാലും വരുന്ന കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടും. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, ശരി നയനെ, നീ നിന്റെ വർക്ക് തുടർന്നു. ഞാൻ ഇവിടെ നിന്ന് നിന്റെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. ശരി. ഇതും പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോവാണ്. നയനയ്ക്കാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷാവാണ് കേട്ടോ. അങ്ങനെ ദേവയാനി താഴോട്ട് ഇറങ്ങുമ്പോഴാണ് അവിടെ മുത്തശ്ശി ഇരിക്കുന്നത് കാണുന്നത്. അപ്പൊ ദേവയാനി ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താ ഇത്? എന്ത് വിഷമമുള്ള പോലെ? നീ എന്നോട് മിണ്ടണ്ട. എനിക്ക് നിന്നോട് സംസാരിക്കുകയും വേണ്ട. അതെന്താ അമ്മേ? നീ എന്റെ നയനമോളെ അടിച്ചില്ലേ? അതും ചെയ്യാത്ത തെറ്റിന്. അമ്മേ, ഞാൻ അതിന് മാപ്പ് പറഞ്ഞു വരിക നയനയോട്. നീ വെറുതെ കള്ള ഒന്നും പറയണ്ട. അല്ലമ്മേ, സത്യമായിട്ട് ഞാൻ മാപ്പ് പറഞ്ഞു വരിക. അവക്കാണെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞത് വലിയ സന്തോഷായി. അവളെന്നെ കൊണ്ട് മാപ്പ് പറയാനൊന്നും സമ്മതിപ്പിച്ചില്ല. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അതാണ് നിന്റെ മരുമകള്. നീ ഇനിയെങ്കിലും മരുമകളെ മനസ്സിലാക്ക്. ഇത് കേട്ടപ്പോ ദേവയാനിക്ക് ചെറുതായിട്ടൊരു ദേഷ്യം പോലെ ഇങ്ങനെ വരികയാണ്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്കറിയോ, ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം നയന എന്റെ മുറിയിൽ വന്നിരുന്നു. എന്നിട്ട് അവൾ എന്നോട് ഒരേ ഒരു കാര്യം ആവശ്യപ്പെട്ടത്, മുത്തശ്ശൻ വരുമ്പോ ഈ നടന്ന കാര്യങ്ങളൊന്നും അവിടെ പറയരുത്. പ്രത്യേകിച്ച് നീ നയനമോളെ അടിച്ച വിവരം മുത്തശ്ശനോട് പറയരുതെന്ന്. അവക്കറിയാം പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇത് കേട്ടപ്പോ തന്നെ ദേവയാനിയുടെ മനസ്സിൽ വലിയൊരു സങ്കടം വരികയാണ് കേട്ടോ. അപ്പൊ തന്നെ നയനയെ കുറിച്ച് ദേവയാനി ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ദേവയാനി സ്വയം ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. ദേവയാനിയുടെ മറ്റൊരു രൂപം ദേവയാനിയോട് സംസാരിക്കാണ്. ദേവയാനി, നീ ഇനിയും നിന്റെ മരുമകളെ മനസ്സിലാക്കിയിട്ടില്ലേ? ഇത്രത്തോളം നന്മകൾ ചെയ്യുന്ന നിന്റെ മരുമകളെ നീ എന്താ ഇനിയും മനസ്സിലാക്കാത്തത്? അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, ആര് പറഞ്ഞു ഞാൻ മനസ്സിലാക്കി? ഇത് മറ്റുള്ളവർ പറഞ്ഞാൽ മനസ്സിലാക്കും. പക്ഷേ ഇത് നീ നിന്നോട് തന്നെയാ കള്ളം പറയുന്നത്. ദേവയാനി, നിന്റെ മരുമകള് നല്ലവളാ. ഇനിയെങ്കിലും നീ നിന്റെ മരുമകളെ മനസ്സിലാക്ക്. മറ്റു മരുമകളെ കൊണ്ട് താരതമ്യം ചെയ്ത് അവളെ ഇനിയും അടിച്ചമർത്തരുത്. പക്ഷെ എനിക്കതിന് പറ്റുന്നില്ലല്ലോ. അത് തന്നെയാണ് നിന്റെ കുഴപ്പം. നീ അത് നിന്റെ മനസ്സിൽ പറഞ്ഞു ധരിപ്പിക്കണം. അവള് നിന്റെ മരുമകളാണ്, നിന്റെ മകന്റെ ഭാര്യ. നീ അത് ഉൾക്കൊള്ളാൻ സമയമെടുക്കും. എങ്കിലും നിന്റെ മരുമകളെ അകറ്റി നിർത്താതിരിക്കുക. അപ്പൊ അങ്ങോട്ടേക്ക് ജയൻ വരുന്നുണ്ട്. ജയൻ ചോദിക്കുന്നുണ്ട്, ദേവയാനി ഇതെന്താ നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. പോയി നിനക്ക് വട്ടായെന്നാ തോന്നുന്നേ. ഒന്നും മിണ്ടാതിരിക്കും ജയേട്ടാ. അപ്പോൾ ബാക്കി ത്രില്ല് നിറഞ്ഞുള്ള എപ്പിസോഡിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.